ആദരവരായ സത്യവിശ്വാസികൾ അല്ലാഹുവിന്റെ രക്ഷയെ ആഗ്രഹിച്ചുകൊണ്ടും ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടും ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പടച്ചതമ്പുരാൻ അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖ്യങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. മനുഷ്യന്റെ ജീവിതത്തിൽ രണ്ടു തരം നിലപാടുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നെങ്കിൽ വളരെ യാഥാസ്ഥിതികമായ ഒരു സമീപനം മനുഷ്യൻ സ്വീകരിക്കും, അല്ലെങ്കിൽ അങ്ങേയറ്റത്ത് തീവ്രവാദത്തിൻ്റെയോ അല്ലെങ്കിൽ അരാജകത്വത്തിൻ്റെതോ ആയ സമീപനം സ്വീകരിക്കും. ഇത് മനുഷ്യ ചരിത്രത്തിൽ എല്ലാ കാലഘട്ടങ്ങളിലും സംഭവിച്ച ഒന്നാണ്. രണ്ടിലേതെങ്കിലും ഒരു നിലപാടുകളുടെ കൂടെ നിൽക്കുക എന്നതാണ് പലപ്പോഴും മനുഷ്യർ ചെയ്യാറുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും ഈ രണ്ട് നിലപാടും മനുഷ്യ ജീവിതത്തെ സ്വാധീനിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ആ രണ്ട് നിലപാടും ജീവിതത്തെക്കുറിച്ച് തന്നെ രണ്ട് കാഴ്ചപ്പാടുകളാണ് നൽകിയത്. ഒന്ന്, മനുഷ്യന് ഈ ലോകത്തോടും ഈ ലോകത്തെ ലൗകികമായ ജീവിത സൗകര്യങ്ങളോടും സമ്പത്തുക്കളോടും ഒന്നും ഒരു താല്പര്യവുമില്ലാതെ ഈ ലോകത്തെ തന്നെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടും പരിഗണിക്കാതെയും ജീവിക്കുന്ന സന്യാസത്തിന്റെ മാർഗങ്ങൾ സ്വീകരിക്കുന്ന സമൂഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അവിടുത്തെ ജീവിതത്തിൽ അത്തരം സമീപനങ്ങളെ കുറിച്ച് താക്കീത് നൽകുകയുണ്ടായി. മറ്റൊരു നിലപാട് അതിന്റെ നേർവിപരീതമായ ഏത് വിഷയത്തിലും യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെ സമ്പത്തിന്റെ കാര്യത്തിലാണെങ്കിലും വസ്തുക്കളുടെ കാര്യത്തിലാണെങ്കിലും അരാജകത്വത്തിന്റെയും അഴിഞ്ഞാട്ടത്തിന്റേതുമായ സമീപനം അത് ധാരാളമായി മക്കയിലെ മുശ്രിക്കുകൾക്കിടയിലുണ്ടായിരുന്നു. അവരുടെ ജീവിത വീക്ഷണം, അവരുടെ സമ്പത്തിനോടുള്ള കാഴ്ചപ്പാട്, സ്ത്രീകളോടുള്ള കാഴ്ചപ്പാട് എല്ലായിടങ്ങളിലും അത് പ്രകടമായിരുന്നു. എന്നാൽ അല്ലാഹുവിന്റെ ദീൻ ഇതിനിടയിലുള്ള ഒരു കാഴ്ചപ്പാടാണ് സമൂഹത്തെ പഠിപ്പിച്ചത്. അതായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഈ രണ്ട് നിലപാടുകൾക്കും ഇടയിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് എന്നതിന്റെ കൃത്യമായ ഒരു രൂപമായിരുന്നു വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വഴി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലത്തും ഈ രണ്ട് നിലപാടുകളുടെയും ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു കൂട്ടർ ഭൗതിക ജീവിതത്തിന്റെ സുഖങ്ങളും സൗകര്യങ്ങളെയും ഒക്കെ ഒഴിവാക്കി ലൗകിക ജീവിതത്തെ പറ്റേ വെടിഞ്ഞുകൊണ്ട് ജീവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരുടെ കൂട്ടത്തിൽ തന്നെയും ഭൗതിക ജീവിതത്തിലെ സംവിധാനങ്ങൾ ഒരു പരിധിവരെ ഉപയോഗപ്പെടുത്തുമ്പോഴും ആ സംവിധാനങ്ങളോട് വളരെ യാഥാസ്ഥിതികമായ കാഴ്ചപ്പാട്, വളരെ ഇടുങ്ങിയ കാഴ്ചപ്പാടോടുകൂടി സമീപനങ്ങൾ സ്വീകരിക്കുന്നവർ. മറുഭാഗത്ത് ഒന്നിനും ഒരു നിയന്ത്രണമില്ലാതെ സമ്പത്തിന്റെ കാര്യത്തിലാകട്ടെ, സൗകര്യങ്ങളുടെ കാര്യങ്ങളിലാകട്ടെ, അതല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകേണ്ട നിയമങ്ങളുടെയും മൂല്യങ്ങളുടെയും പെരുമാറ്റങ്ങളുടെയും എന്തിന്റെ കാര്യത്തിലാണെങ്കിലും യാതൊരു വിധത്തിലുമുള്ള നിയന്ത്രണങ്ങളുമില്ലാതെ സുഖിക്കുകയും ഭോഗിക്കുകയും ആനന്ദിക്കുകയും അഴിഞ്ഞാടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമൂഹവും നമ്മുടെ കാലത്തുമുണ്ട്. ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ മുസ്ലിം സമൂഹത്തിന് ജീവിക്കാൻ കഴിയണം. ഈ രണ്ട് കാഴ്ചപ്പാടുകളും നമ്മുടെ സമൂഹത്തിലെ ഓരോന്നിനോടും സ്വീകരിച്ച നിലപാടും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ സമൂഹത്തിൽ
ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീയുടെ അവകാശങ്ങളെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചുമുള്ള ചർച്ചകൾ ഈ നിലപാടുകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ജീവിതത്തിൽ സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ ഓരോരുത്തരും അവരെവിടെയാണ് നിലകൊള്ളേണ്ടത് എന്നും അവർക്കെന്ത് ഉത്തരവാദിത്തങ്ങളാണ് ഉള്ളത് എന്നും ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് അവർക്ക് ഈ ഭൂമിയിലും നാളെ പരലോകത്ത് എന്താണ് ലഭിക്കുക എന്നും വളരെ കൃത്യമായ സ്വഭാവത്തിൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിന്റെ ഈ കാഴ്ചപ്പാട്, ഈ നിലപാട് വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും പഠിച്ചെടുത്തുകൊണ്ട് ആയിരിക്കണം നമ്മുടെ കുടുംബജീവിതവും സാമൂഹിക ജീവിതവും മുന്നോട്ട് പോകേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് അറ്റങ്ങളിൽ ജീവിക്കുന്ന സമൂഹങ്ങൾ, ആ സമൂഹങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ആ സമൂഹങ്ങളുടെ ജീവിത രീതിയെ മനസ്സിലാക്കിക്കൊണ്ട് ഇന്നും നമ്മുടെ മുസ്ലിം സമുദായത്തിൽ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. സ്ത്രീയെക്കുറിച്ചുള്ള, സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള കാര്യത്തിൽ മാത്രമല്ല, മക്കളെ എങ്ങനെ വളർത്തണം എന്ന കാര്യത്തിലുള്ള സമീപനങ്ങളിൽ, ജീവിതത്തിൽ സമ്പത്തിനോട് എന്ത് സമീപനം സ്വീകരിക്കണം എന്ന കാര്യത്തിൽ ഒക്കെയും ഈ രണ്ടറ്റങ്ങളിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നവർ സമൂഹത്തിൽ, മുസ്ലിം സമുദായത്തിൽ തന്നെയുണ്ട്. നമ്മൾ ചിന്തിച്ചു നോക്കൂ, അള്ളാഹുവിന്റെ ദീന് സ്ത്രീകൾക്ക് എന്ത് പദവിയും സ്ഥാനവും നൽകുന്നു എന്നത് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇസ്ലാമിന് മുമ്പ്, ഇസ്ലാമിന് ശേഷവും ഇസ്ലാമിക ദർശനമല്ലാത്ത മറ്റുള്ള മതങ്ങളിലും കാഴ്ചപ്പാടുകളിലും നമ്മുടെ സഹോദരിമാർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന പരിഗണനയും സ്ഥാനവും എന്താണ് എന്ന് അറിയലാണ് ഏറ്റവും പ്രധാനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീനിന്റെ പ്രബോധനം ആരംഭിക്കുന്നതിന് മുമ്പ് മക്കയിലെ മുശ്രിക്കുകളുടെ ജീവിതത്തിൽ തന്നെ അതിന് ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സ്വത്തിൽ പോലും സ്ത്രീക്ക് അവകാശം കൊടുക്കാതിരുന്ന ഒരു കാലഘട്ടം, സ്ത്രീ എന്ന് പറഞ്ഞാൽ അവർക്ക് സുഖിക്കുവാനും ഉപയോഗിക്കുവാനുമുള്ള ഒരു വസ്തു എന്നതിൽ കവിഞ്ഞ് മറ്റൊരു പരിഗണനയും സ്ഥാനവും നൽകാതിരുന്ന കാലഘട്ടമുണ്ടായിട്ടുണ്ട്. പെൺകുഞ്ഞ് ജനിച്ചു എന്നറിഞ്ഞാൽ ആ പെൺകുഞ്ഞിനെ കൊണ്ടുപോയി ഒഴിച്ചു മൂടുക എന്നുള്ളത്, അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ അപമാനഭാരത്തോടുകൂടി സമൂഹത്തിൽ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടായി. വിശുദ്ധ ഖുർആൻ ആ സാഹചര്യത്തെ നമ്മളോട് വിശദീകരിച്ചിട്ടുണ്ട്. وَإِذَا بُشِّرَ أَحَدُهُمْ بِالْأُنثَى وَإِذَا بُشِّرَ أَحَدُهُمْ بِالْأُنثَى ظَلَّ وَجْهُهُ مُسْوَدًّا وَهُوَ كَظِيمٌ. പെൺകുട്ടി ജനിച്ചു എന്ന സന്തോഷിക്കേണ്ട ഒരു വാർത്ത അവർക്ക് വന്നു കിട്ടുമ്പോൾ ദുഃഖത്തോടെ മുഖം കറുത്തു പോകുന്നു, ദുഃഖിതരായി പോകുന്നു അവർ. യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ശിറ ബിഹി അയുംസികഹു അലാ ഹൂനി അം യദുസ്സുഹു ഫിത്തുറാബ് അലാ സാഅ മാ യഹ്കുമൂൻ. എന്നിട്ട് സമൂഹത്തിൽ നിന്ന് അവർ ഒളിച്ചോടുന്നു. ഈ വാർത്ത തന്നെ അപമാനപ്പെടുത്തുന്നതാണ് എന്ന ബോധത്തോടെ ആളുകളുടെ ഇടയിൽ തന്നെ ഒളിച്ചോടുകയും ജനിച്ചു വീണ ഈ കുഞ്ഞിനെ കൊന്നുകളയണമോ, മണ്ണിൽ കുഴിച്ചു മൂടണമോ, അതോ വളർത്തണമോ എന്നുവരെ ആലോചിച്ചുകൊണ്ട് അസ്വസ്ഥനായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇസ്ലാമിന് മുമ്പ് അറബികളുടെ ആ സമൂഹത്തിൽ നിലനിന്നിരുന്നു എന്നതാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വെച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു സഹോദരൻ ജാഹിലിയ്യത്തിന്റെ ആ കാലഘട്ടത്തിൽ താൻ ചെയ്തുപോയ ആ കൊടും അപരാധത്തെക്കുറിച്ച് വേദനയോടുകൂടി പറയുന്നുണ്ട്. തന്റെ കുഞ്ഞ് വളർന്നു വലുതായി തന്നെ പൊന്നുപ്പ എന്ന് വിളിക്കാൻ കഴിയുന്ന ആ ഒരു പ്രായമെത്തിയപ്പോൾ
ആ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ആ മനുഷ്യൻ ബന്ധുക്കളുടെ വീടിനടുത്തുള്ള ഒരു പൊട്ടക്കിണറ്റിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് തന്റെ പൊന്നോമന മകളുടെ മുഖത്ത് വാത്സല്യത്തോടുകൂടി തന്നെ നോക്കി പുഞ്ചരിക്കുന്ന ആ പൊന്നു കുഞ്ഞിനെ ആ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിടുകയാണ് ജാഹിലിയത്തിന്റെ ക്രൂരമായ മനസ്സുമായിട്ട് ആ മനുഷ്യൻ. ആ കിണറ്റിലേക്ക് വീഴുന്ന സന്ദർഭത്തിൽ പോലും ആ കുഞ്ഞ് കരയുന്നു. തന്നെ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ട തന്റെ പൊന്നുപ്പാനെ വിളിച്ചുകൊണ്ട് ഉപ്പ ഉപ്പ എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ടാണ് ആ കുഞ്ഞ് മരണത്തിലേക്ക് പോകുന്നത്. ഇത്രയും കടുത്ത ജാഹിലിയത്തിന്റെ ഒരു കാലഘട്ടം, ഇത്രയും കടുപ്പമുള്ള ഒരു ജാഹിലിയത്തിന്റെ കാലഘട്ടം. ആ ജാഹിലിയത്തിന്റെ കാലഘട്ടത്തിൽ നിന്നാണ് അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളുടെ ഒപ്പം തന്നെ ഈ സമൂഹത്തിൽ സ്ത്രീക്കുള്ള അവകാശങ്ങളെ കുറിച്ച്, പെണ്ണ് ആരാണെന്നും പെണ്ണിനുള്ള അവകാശങ്ങൾ എന്താണ് എന്നും വിശുദ്ധ ഖുർആനിന്റെയും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെയും നമുക്ക് കാണിച്ചു തന്നത്. അത്രയും ജാഹിലിയത്തിന്റെ കട്ടപിടിച്ച ഒരു കാലഘട്ടത്തിൽ നിന്നാണ് ഇസ്ലാം നമ്മുടെ സഹോദരിമാരെ രക്ഷിച്ചെടുത്തത്. ഇസ്ലാമിന്റെ മുമ്പ് അറബികളിൽ മാത്രമല്ല, ഇതര സമൂഹങ്ങളിൽ പോലും പെണ്ണ് വീട്ടിലെ പാത്രങ്ങൾക്കും സാധനങ്ങൾക്കും സാമഗ്രികൾക്കുമുള്ള സ്ഥാനം മാത്രമാണ് പെണ്ണിനുള്ളത് എന്നാണ് ഗ്രീക്കിലെ ഏതൻസിലെ സമൂഹം വിശ്വസിച്ചിരുന്നത്. അങ്ങനെയായിരുന്നു അവർ പെണ്ണിനെ കണ്ടിരുന്നത്. ഏതൻസിന്റെ അനുഭവം മാത്രമല്ല, ക്രൈസ്തവ കാലഘട്ടത്തിലും പെണ്ണെന്ന് പറയുന്നത് മനുഷ്യനെ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചവളാണ് എന്നതുകൊണ്ട് ബുദ്ധിയില്ലാത്തവൾ എന്ന സ്വഭാവത്തിൽ ക്രൈസ്തവ സമൂഹം സ്ത്രീയെ അപമാനിക്കുകയും അവഗണിക്കുകയും ചെയ്തു. ധാരാളം ദർശനങ്ങൾ ഹൈന്ദവ ദർശനത്തിൽ, ചൈനക്കാരിൽ, ഇസ്ലാമിന് മുമ്പുള്ള ഒരുപാട് സംസ്കാരങ്ങളിലും സമൂഹങ്ങളിലും പെണ്ണെന്ന് പറഞ്ഞാൽ ആണിനൊപ്പം പറയാൻ പറ്റാത്ത ഒരു വർഗമാണ് എന്ന അർത്ഥത്തിൽ വരെ വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ നിന്നെല്ലാം സ്ത്രീയുടെ അവകാശത്തെക്കുറിച്ച്, പെണ്ണിന്റെ അവകാശത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ ദീൻ അവരെ പഠിപ്പിക്കുകയുണ്ടായി. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇസ്ലാം വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ സമൂഹത്തിൽ ഞങ്ങൾ സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു സ്ഥാനമുണ്ട് എന്നും സ്ത്രീകളെ ഇങ്ങനെ പരിഗണിക്കേണ്ടതുണ്ട് എന്നുമൊന്നും ഞങ്ങൾ ആ കാലഘട്ടത്തിൽ ചിന്തിക്കുകയോ ഉൾക്കൊള്ളുകയോ ചെയ്തിരുന്നില്ല എന്നായിരുന്നു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു. അങ്ങനെ ഒരു കാലഘട്ടം ഇസ്ലാമിന് ശേഷവും ഇസ്ലാം കടന്നു ചെന്നിട്ടില്ലാത്ത സമൂഹങ്ങളിൽ ഇന്നും നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകളോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന വിവേചനങ്ങളും ക്രൂരതകളും ഈ ഹിദായത്തിന്റെ വെളിച്ചം സമൂഹത്തിലേക്ക് എത്താത്തതിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ അറിയേണ്ടത്. ലോകത്ത് അഹിംസയുടെ പ്രചാരകനായും അതുപോലെ തന്നെ സമാധാനത്തിന്റെയും നന്മയുടെയും പ്രതീകമായി അറിയപ്പെടുന്ന ശ്രീബുദ്ധനോട് തന്റെ ശിഷ്യന്മാർ സ്ത്രീകളെ സംഘത്തിലേക്ക് ചേർക്കുന്നതിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. വൈശാലിയിൽ നിന്ന് കാൽനടയായി ബുദ്ധന്റെ സമീപത്തേക്കെത്തിയ ഗൗതമിയോട് ബുദ്ധൻ നൽകുന്ന മറുപടി തന്റെ ശിഷ്യന്മാരോട് പറയുന്നത് പെണ്ണിനെ നമ്മുടെ ഈ സംഘത്തിലേക്ക് എടുക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. പെണ്ണ് നമ്മുടെ ഈ സംഘത്തിലേക്ക് വന്നാൽ 1000 വർഷങ്ങളോളം ആയുസ്സുള്ള നമ്മുടെ ഈ സംഘം 500 വർഷങ്ങൾ കൊണ്ട് നശിച്ചു പോകുമെന്നാണ് ബുദ്ധൻ കൊടുത്ത മറുപടി. അങ്ങനെ പെണ്ണിനെ കണ്ടിരുന്ന ഒരു സമൂഹത്തിൽ അവിടെയാണ് അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്നത്. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ. നിങ്ങളിൽ പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ ഏതൊരാൾ സത്യവിശ്വാസിയായിക്കൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നുവോ ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ, ഈ ഭൂമിയിൽ അവർക്ക് വിശിഷ്ടമായ ജീവിതമാണ് അല്ലാഹു നൽകുക. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ,
നാളെ സ്വർഗീയമായ ആരാമങ്ങളിൽ അവരുടെ കർമ്മങ്ങൾക്ക് തത്തുല്യമായ പ്രതിഫലങ്ങളും സ്ഥാനങ്ങളും അല്ലാഹു നൽകുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഒരു സ്ഥലത്തല്ല, പല പല സന്ദർഭങ്ങളിൽ അല്ലാഹുവിന്റെ ഖുർആൻ അത് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. വമൻ യഅമൽ മിനസ് സ്വാലിഹാത്തി മിൻ ദകരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫഉലൈക യദ്ഖുലൂനൽ ജന്നത വലാ യുദ്ലമൂന നഖീറാ. നിങ്ങളിൽ സൽക്കർമ്മം അനുഷ്ഠിക്കുന്നവർ ആരായിക്കൊള്ളട്ടെ, സ്ത്രീയായിക്കൊള്ളട്ടെ പുരുഷനായിക്കൊള്ളട്ടെ, അവർക്ക് തീർച്ചയായും അവരിൽ ഈമാനുള്ളവരാണെങ്കിൽ, വിശ്വാസമുള്ളവരാണ് എങ്കിൽ അവർ തീർച്ചയായും അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശനം നേടുന്ന ആളുകളായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. ഇങ്ങനെ ആവർത്തിച്ചാവർത്തിച്ചുകൊണ്ട് പെണ്ണിനോടോ പുരുഷനോടോ പെണ്ണിനോടോ പ്രത്യേകമായ വിവേചനങ്ങളില്ലാത്ത വിധം നിങ്ങളുടെ കർമ്മങ്ങളുടെ തോതും നിങ്ങളുടെ കർമ്മങ്ങളിലെ നീയത്തുമാണ് പരിഗണിക്കപ്പെടുക. നിങ്ങൾ ആണാണോ പെണ്ണാണോ എന്ന അർത്ഥത്തിലുള്ള വിവേചനമല്ല യഥാർത്ഥത്തിൽ ഇസ്ലാം നൽകിയത്. അങ്ങനെ തന്റെ ബന്ധുക്കൾ മരണപ്പെട്ടാൽ, തന്റെ പ്രിയപ്പെട്ടവർ മരണപ്പെട്ടാൽ, ആ പ്രിയപ്പെട്ടവരുടെ മരണാനന്തരം ലഭിക്കുന്ന അനന്തരാവകാശ സ്വത്തിൽ പെണ്ണിനൊരു അർഹതയുമില്ലാതിരുന്ന കാലഘട്ടത്തിൽ പെണ്ണിന് കൃത്യമായ അവകാശങ്ങൾ പറഞ്ഞു വെച്ചു അല്ലാഹുവിന്റെ ഖുർആൻ എന്നുള്ള മഹത്തരമായ സംഭവം. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എന്നിട്ടും അല്ലാഹുവിന്റെ ദീൻ സമൂഹത്തിൽ അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സ്ത്രീയുടെ അവകാശങ്ങൾ വകവെച്ചു നൽകുന്നില്ല എന്ന അർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹത്തെ വീണ്ടും വീണ്ടും ലോകത്തുള്ള പല ബുദ്ധിജീവികളും മാധ്യമങ്ങളും വിമർശിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? ഒരു കാരണം നമ്മൾ തന്നെയാണ് ഒന്നാമത്തെ കാരണം. ഒന്നാമത്തെ കാരണം ഇത് ലോകത്ത് ഇസ്ലാം സ്ത്രീക്ക് നൽകിയ അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ച് ഒരു ദഅവത്തിന്റെ സ്വഭാവത്തിൽ ഒരു പ്രബോധന സംഘമെന്ന നിലയ്ക്ക് പ്രചരിപ്പിക്കുന്നിടത്തും അതിനെ ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നിടത്തും ഇസ്ലാമിക സമൂഹം പരാജയപ്പെട്ടപ്പോഴാണ്. രണ്ടാമത്തേതിന് കാരണം നമ്മളല്ല, അതെല്ലാ കാലഘട്ടങ്ങളിലും ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാമിനെ തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. രണ്ടാമതൊരു സമീപനം കൊണ്ടാണ് അള്ളാന്റെ ദീനിനെ തകർക്കാൻ ലോകത്ത് അവർ ശ്രമിക്കാറുള്ളത്. ഒന്ന്, ഈ ദീനിനെ യാഥാസ്ഥിതികമായ സമീപനങ്ങളിലേക്ക് ചുരുക്കിക്കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. പെണ്ണിനോട് പെണ്ണിന്റെ അവകാശങ്ങളെ ഇല്ലായ്മ ചെയ്ത് സമ്പത്തിനോട് പുറംതിരിഞ്ഞു നിൽക്കാൻ, വിജ്ഞാനത്തോട് പുറംതിരിഞ്ഞു നിൽക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിനെ തകർക്കുവാനുള്ള വഴിപിഴച്ച സൂഫിസത്തിന്റെയും ത്വരീഖത്തിന്റെയും യാഥാസ്ഥികത്വത്തിന്റെയും മേൽവിലാസത്തോടുകൂടി ഇന്നും ലോകത്ത് ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊരു സമീപനം, പെണ്ണിനെ ഇസ്ലാം നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം പോരാ എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ബുദ്ധിജീവികളിലും മുസ്ലിമീങ്ങളിൽ തന്നെ പെട്ട അഭ്യസ്തവിദ്യരായ പെണ്ണുങ്ങളും ആണുങ്ങളിലും സംശയങ്ങൾ ഉണ്ടാക്കിയിട്ടും പലവിധ ചിന്തകൾ ഉണ്ടാക്കിയിട്ടും ഇസ്ലാമിന്റെ നിയമങ്ങളെ ദുർവ്യാഖ്യാനിക്കുവാനുള്ള പിന്തുണകൾ നൽകിക്കൊണ്ടുമൊക്കെയുള്ള ശ്രമങ്ങളാണ് മറുഭാഗത്ത് നടക്കാറുള്ളത്. മുസ്ലിം സമുദായത്തിലെ വളർന്നു വരുന്ന ചില കുട്ടികൾ, പെൺകുട്ടികളും ആൺകുട്ടികളുമൊക്കെ ഇത്തരം വാദത്തിന്റെ ഇരകൾ കൂടിയാണ്. അവർക്ക് ഖുർആനിനെ കുറിച്ച് വിവരമില്ല, അവർക്ക് സുന്നത്തിനെ കുറിച്ച് വിവരമില്ല. പക്ഷേ അവർ ഫെമിനിസത്തിന്റെ, സ്ത്രീപക്ഷവാദത്തിന്റെ വലിയ വക്താക്കളായി ഇസ്ലാമിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ രണ്ടിന്റെയും ഇടയിലാണ് ഇസ്ലാമിലെ സ്ത്രീ എന്ന് പറയാൻ നമുക്കല്പം വിവരവും വേണം, തന്റെ ഇടവും വേണം. നമുക്കല്പം വിവരവും വേണം, തന്റെ ഇടവും വേണം. വിവരം നമ്മൾ പഠിച്ചു മനസ്സിലാക്കണം. തന്റെ ഇടമെന്ന് പറയുന്നത് ഇസ്ലാമിനെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന, ഇസ്ലാമിനകത്തും പുറത്തുമുള്ളവരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് നിങ്ങളുടെ തോന്നിവാസമല്ല ഇസ്ലാം, അതിന് കൃത്യമായി ഖുർആനും സുന്നത്തും നൽകിയിരിക്കുന്ന പ്രമാണങ്ങളുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയലാണ്. നോക്കൂ, നിങ്ങൾ പെണ്ണിനെ മനുഷ്യവർഗത്തിൽപ്പെട്ട ഒരു ജീവിയാണ് എന്ന് പോലും പരിഗണിക്കാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ
ഈ ദീനിന്റെ പ്രബോധന കർമ്മത്തിൽ തന്റെ ഏറ്റവും വലിയ സഹായിയായിക്കൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹ തന്റെ സഹധർമ്മിണി മാത്രമല്ല, അള്ളാന്റെ റസൂലിന് സമ്പത്ത് കൊണ്ട് സഹായിച്ച ഖദീജ റളിയല്ലാഹു അൻഹ, അള്ളാഹുവിന്റെ റസൂലിനെ മനോധൈര്യം പകർന്നു നൽകിക്കൊണ്ട് ഈ ദീനിന്റെ മാർഗത്തിൽ ശക്തി പകർന്ന ഖദീജ റളിയല്ലാഹു അൻഹ, അള്ളാഹുവിന്റെ റസൂലിനെ വറഖത്ത് ഇബ്നു നൗഫൽ എന്ന് പറയുന്ന ക്രൈസ്തവ പണ്ഡിതന്റെ അടുക്കലേക്ക് കൊണ്ടുപോകാൻ ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് പ്രബോധനത്തിന്റെ വിശാലത്തിന്റെ മാർഗത്തിലുള്ള ദൗത്യത്തിൽ മാർഗനിർദ്ദേശങ്ങൾ നൽകിയ ഖദീജ റളിയല്ലാഹു അൻഹ. നിങ്ങൾക്ക് പറയാൻ സാധ്യമാണോ ലോകത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും ഗാംഭീര്യമുള്ള സ്വഭാവത്തിൽ സ്ത്രീ സമൂഹത്തിന് പങ്കാളിത്തം നൽകിയ ഒരു ദർശനത്തെ കുറിച്ച് പറയാൻ? ഇസ്ലാമിനെ കരിവാരി തേച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾക്കോ ബുദ്ധിജീവികൾക്കോ സാധ്യമാണോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അള്ളാഹുവിന്റെ റസൂലിനോടൊപ്പം ജീവിച്ച അവിടുത്തെ പത്നിമാർ റസൂലുള്ള സ്ത്രീ സമൂഹത്തോട് അവഗണന കാണിച്ചിരുന്നുവെങ്കിൽ, വിശുദ്ധ ഖുർആൻ സ്ത്രീ സമൂഹത്തോട് അവഗണന കാണിച്ചിരുന്നുവെങ്കിൽ, അള്ളാഹുവിന്റെ റസൂലിനോടൊപ്പം ജീവിച്ച സ്വഹാബി വനിത അവിടുത്തെ പത്നിമാരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങൾ കേട്ടു വളർന്ന സ്വഹാബി വനിതകളും ഒന്നാം തരം യാഥാസ്ഥികരായി മാറേണ്ടിയിരുന്നു, അല്ലെങ്കിൽ അരാജകത്വവാദത്തിന്റെ ആളുകളായി മാറേണ്ടിയിരുന്നു. ചരിത്രത്തിൽ അത് സംഭവിച്ചില്ല. നിങ്ങൾ നോക്കൂ, ഇസ്ലാമിക ചരിത്രത്തിലെ പണ്ഡിത നിരയിലെ ഒന്നാമത്തെ തലമുറയിൽ ആരാണ്? മഹദി ആയിഷ റളിയല്ലാഹു അൻഹ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവും അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള പണ്ഡിത കേസരികൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് അവർക്ക് പോലും സംശയമുണ്ടായാൽ നമുക്ക് ഉമ്മയോട് ചോദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ പോയിക്കൊണ്ട് അവർ സംശയങ്ങൾ തീർക്കാറുണ്ടായി. അല്ലേ? അവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ല പട്ടിക. നിങ്ങൾ നോക്കൂ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് 4 മക്കളും നൽകി അബൂ സലമ റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ വിധവയായ അവരെ അല്ലാഹുവിന്റെ റസൂൽ വിവാഹം കഴിക്കുകയും പിന്നീട് ചരിത്രത്തിൽ അവരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അല്ലാഹുവിന്റെ റസൂലിന് നിർണായകമായ ഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിർദ്ദേശങ്ങൾ നൽകുന്ന ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റസൂലുള്ള കല്യാണം കഴിച്ചതിന് ശേഷമാണ് അവരുടെ ജീവിതത്തിൽ അത്യത്ഭുതകരമായ വളർച്ചയുണ്ടായത്. ഹദീസുകൾ പഠിച്ചും മനസ്സിലാക്കിയും സമൂഹത്തിന് പകർന്നു കൊടുത്ത, ആളുകൾക്ക് വിജ്ഞാനം പകർന്നു കൊടുത്ത പ്രധാനപ്പെട്ട അധ്യാപകകളിൽ ഒരാളായിരുന്ന ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിക്ഷണത്തിൽ വളർന്നു വന്നതിന്റെ ചരിത്രമാണ് എന്ന് നിങ്ങൾക്ക് കാണാം. അത് മാത്രം പറയാൻ നിന്നാൽ ഒരുപക്ഷെ നമ്മളുടെ ഈ സംസാരം ഒരു ഖുതുബ കൊണ്ടോ 2 ഖുതുബകൾ കൊണ്ടോ തീരുമായിരിക്കുകയില്ല. അത്രയും ഇസ്ലാമിക ചരിത്രത്തിന്റെ ആദ്യകാല തലമുറയുടെ ആ സമൂഹത്തിൽ തന്നെയും ധാരാളം പണ്ഡിതകളുടെയും ഗവേഷകരുടെയും വൈജ്ഞാനികവും നാഗരികവുമായ സംഭാവനകൾ നൽകിയ നിരവധി വനിതകളെ നിങ്ങൾക്ക് കാണാം. റസൂലുള്ള വഫാത്താകുമ്പോൾ 1,24,000 വരുന്ന സ്വഹാബികളായിരുന്നു ജീവിച്ചിരുന്നത് എന്നാണ് ഏറ്റവും പ്രാമാണികമായ ചരിത്രം പറയുന്നത്. ഈ 1,24,000 വരുന്ന മുസ്ലിമീങ്ങളിൽ, സ്വഹാബികളല്ല മുസ്ലിമീങ്ങളിൽ 8,000 വരുന്ന സ്വഹാബികൾ, 8,000 വരുന്ന ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം റസൂലുള്ളാഹിന്റെ നേരിട്ടുള്ള ശിക്ഷണത്തിൽ വളർന്നു വന്ന ആളുകളായിരുന്നു. ഈ 8,000 വരുന്ന ആളുകളിൽ 1,000 വരുന്നവർ സ്ത്രീകളായിരുന്നു എന്നതാണ് ചരിത്രം. ആ സ്ത്രീ സമൂഹത്തിൽ നിന്നാണ് ചരിത്രത്തിലെ മാതൃകാ വ്യക്തിത്വമായി ലോകം ഇന്നും ഓർക്കുന്ന അസ്മാ റളിയല്ലാഹു അൻഹ അവിടെ നിന്ന് വളർന്നു വന്നതാണ്. അസ്മാ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഞാൻ നിങ്ങളോട് ചരിത്രം പറയേണ്ടതില്ലല്ലോ. ഹിജ്റയുടെ സന്ദർഭം മുതൽ അള്ളാഹുവിന്റെ ദീനിനോടൊപ്പം റസൂലിനോടൊപ്പം ഒരു പോരാളിയെ പോലെ അള്ളാഹുവിന്റെ ദീനിനെ സഹായിച്ച അസ്മാ റളിയല്ലാഹു അൻഹ ഹിജ്റയുടെ സന്ദർഭത്തിൽ ഹൗർ ഗുഹയിൽ അഭയം നേടിയ അള്ളാഹുവിന്റെ റസൂലിനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും സ്വന്തം അരപ്പട്ട കീറി ഭക്ഷണം എത്തിച്ചു കൊടുത്ത അസ്മാ റളിയല്ലാഹു അൻഹ
എവിടെ പോയി നിന്റെ ഉപ്പയും നിന്റെ മുഹമ്മദും നിന്റെ ഉപ്പയും എന്ന് ചോദിച്ച അബൂജഹലിനോട് ഇവിടെ വന്ന് തിരക്കാൻ നിന്നോട് ആര് പറഞ്ഞു എന്ന തന്റെ ഇടത്തോടുകൂടി സംസാരിച്ച അസ്മാ റളിയല്ലാഹു അൻഹ അല്ലേ? മദീനയിലെ ഈന്തപ്പനത്തോട്ടങ്ങളിൽ തന്റെ ഭർത്താവ് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിന് വേണ്ടിയിട്ട് കൃഷിയിറക്കുകയും ആ ഈന്തപ്പനത്തോട്ടങ്ങളിലെ നാരുകൾ പെറുക്കിക്കൊണ്ട് തന്റെ ഭർത്താവിന്റെ കുതിരകളെ കെട്ടുകയും ചെയ്തിരുന്ന, തീറ്റ കൊടുക്കുകയും ചെയ്തിരുന്ന അസ്മാ റളിയല്ലാഹു അൻഹ രണാങ്കണത്തിൽ പോരാടിയെന്ന് മാത്രമല്ല, ഒരു പെണ്ണിന് ഗൃഹഭരണത്തിനുള്ള ഉത്തരവാദിത്തം കൂടി നിർവഹിച്ചുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു എന്ന് ചരിത്രം വിശേഷിപ്പിക്കുന്ന ചുണക്കുട്ടിയെ ജന്മം നൽകുകയും ചെയ്ത അസ്മാ റളിയല്ലാഹു അൻഹ സന്തുലിതത്വമുള്ള ജീവിതത്തിന്റെ മാതൃകയാണ്. ഞാനൊരു പൊതുപ്രവർത്തകയാണെന്ന് പറഞ്ഞ് കുടുംബത്തിൽ തന്റെ ഭർത്താവിനെയും മക്കളെയും നോക്കാതെ അവൾ ഇറങ്ങിപ്പോയിട്ടില്ല. ഞാൻ സമൂഹത്തിലേക്ക് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ പോരാട്ടങ്ങളുടെ വേദികളിൽ അസ്മാ റളിയല്ലാഹു അൻഹ മടിച്ചു നിന്നിട്ടില്ല. ഇസ്ലാം നൽകുന്ന സ്വാതന്ത്ര്യത്തിന്റെ അതിരുകളും വരമ്പുകളും എന്താണെന്ന് മനസ്സിലാക്കിയ നമ്മുടെ ആദ്യകാല തലമുറ മദീനയിലെ അങ്ങാടികളിലുള്ള ഭക്ഷ്യവകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ഷിഫ ബിൻത് അബ്ദുല്ലാ റളിയല്ലാഹു അൻഹ, അങ്ങനെ ആ പട്ടിക നീളുകയാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ പണ്ഡിതകളായും നാഗരികതയുടെ നിർമ്മാണത്തിലും സമൂഹത്തിന്റെ മുന്നേറ്റത്തിലും രണാങ്കണത്തിലും നിറഞ്ഞു നിന്ന മഹത്തുക്കളായ ഒരുപാട് സഹോദരിമാർ ഈ ഒരു അത്ഭുതകരമായ ചരിത്രമുണ്ടായത് ഇസ്ലാമിക ദർശനം അവരിലേക്ക് കടന്നു വന്നതിന് ശേഷമാണ്. അതുകൊണ്ട് സമൂഹത്തിൽ നമ്മുടെ സഹോദരിമാർക്കുള്ള സ്ഥാനം എന്താണ് എന്നും ആ സ്ഥാനം ഇസ്ലാം എങ്ങനെയാണ് വകവച്ച് നൽകിയത് എന്നും പഠിക്കുകയും തെറ്റിദ്ധാരണകളെ നീക്കിക്കൊണ്ട് ഉജ്ജ്വലമായ സ്വഭാവത്തിലുള്ള ഇസ്ലാമിന്റെ ഒരു ജീവിതം കാഴ്ചവെക്കുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു അതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അയ്യുഹന്നാസ് ഊസീകും ബിനഫ്സിൻ ആനിയും ബിത്തഖ്വല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പരസ്പരം അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിക ചരിത്രത്തിൽ സ്ത്രീക്ക് നൽകിയ പദവിയും സ്ഥാനവും അതിന്റെ ശരിയായ സ്വഭാവത്തിൽ വകവെച്ചു കൊടുക്കാൻ നമ്മുടെ സഹോദരിമാർക്ക് അത് നൽകാൻ നമ്മൾ ഓരോരുത്തരും പ്രതിഷ്ഠ കുടുംബത്തിലെ പുരുഷന്മാർ അത് പരിഗണിക്കുകയും ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ തന്നെ സാമൂഹിക ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുക. ഞാൻ പറഞ്ഞു, സ്ത്രീയെ പരിപൂർണമായി അടിച്ചൊതുക്കുന്ന യാഥാസ്ഥികത്വം ഇസ്ലാമിൻ്റെതല്ല. സ്ത്രീയെ അഴിഞ്ഞാടാൻ വിടുന്ന അരാജകത്വവും തീവ്രവാദവും ജീർണതയും ഇസ്ലാമിനില്ല. ഇതിനിടയിലാണ് ഇസ്ലാമിന്റെ സ്ഥാനം. ആ സ്ഥാനത്തെ നമ്മൾ മനസ്സിലാക്കുക. ഓരോ വിഷയത്തിലുമുള്ള നിലപാടുകൾ എങ്ങനെയാണ് എന്ന് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അറിയേണ്ടത്, നമ്മളിത് പറയുമ്പോഴും ലോകത്ത് ആധുനിക സമൂഹങ്ങളിൽ പരിഷ്കാരികളാണെന്ന് പറയുന്നവരിൽ പോലും കടുത്ത വിവേചനമാണ് സ്ത്രീ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തൊഴിലിൽ പോലും ഇപ്പോഴും തുല്യമായ സ്വഭാവത്തിൽ തുല്യ തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് തുല്യവേതനം നൽകാൻ കഴിയാത്ത ഒരു സാമൂഹിക അന്തരീക്ഷം ഇന്നും നമ്മുടെ ലോകത്ത് പരിഷ്കാരികളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന യൂറോപ്യൻ സമൂഹങ്ങളിൽ പോലും നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ തന്നെയും മുത്തലാഖിനെതിരെ കള്ളക്കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അവരുടെ സ്വന്തം തട്ടകങ്ങളിൽ ജാതിയുടെ പേരിൽ പാവപ്പെട്ട പെൺ സമൂഹങ്ങളെ ക്രൂരമായി പീഡിപ്പിക്കുന്നതിന്റെ വീഡിയോകൾ നമ്മളൊക്കെ പലപ്പോഴും കാണുന്നതാണ്. വളരെ ക്രൂരമായ, വളരെയധികം അപരിഷ്കൃതമായ സ്വഭാവത്തിൽ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു. മുത്തലാഖ് പോലും മുസ്ലിം സമൂഹത്തിന്റെ പിടിപ്പുകേടുകൾ അതിലുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. സ്ത്രീക്ക് ഇസ്ലാം നൽകിയ യഥാർത്ഥത്തിലുള്ള അവകാശങ്ങൾ അതിന്റെ സ്വഭാവത്തിൽ നമ്മൾ വകവെച്ച് നൽകാതെ വരുമ്പോൾ ഉണ്ടാവുന്ന ആക്ഷേപങ്ങളാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ചിന്തിച്ച്
നല്ല ഒരു ഇസ്ലാമികമായ ജീവിതം നയിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അത് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ നമുക്കുള്ള ബാധ്യതയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാവിധത്തിലുമുള്ള ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അറിവില്ലായ്മ മൂലം നമ്മുടെ സഹോദരിമാരോട്